വിരമിച്ച എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ സംഘടനയായ AKPCRTA ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ TKG നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ സംഘടനയായ AKPCRTA ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ TKG നായർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം നല്ല മതേതര പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ്. ഈ മതേതര പാരമ്പര്യത്തിന് എന്നും താങ്ങും തണലുമായി നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായ ഒരു സംസ്ഥാനമാണ്, അടിത്തറയുള്ള സംസ്ഥാനമാണ്, വേരുകളുള്ള സംസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് ഭയമുണ്ട്. അതുകൊണ്ടാണ് അവർ കേരളത്തെ ലക്ഷ്യമിട്ട് എങ്ങനെയും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ അധികാരഭ്രഷ്ടമാക്കുക അല്ലെങ്കിൽ ഞെരിച്ചു കൊല്ലുക എന്നുള്ള ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ അവരേറ്റെടുത്തത്. അതിന് സാമ്പത്തികമായാണ് അവരേറ്റവും കൂടുതൽ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് നൽകുന്നില്ല. നിയമപരമായി ലഭിക്കേണ്ടതാണ്, പക്ഷെ അതൊന്നും ഇങ്ങോട്ട് തരുന്നില്ല. തരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാരണമൊന്നുമില്ല, ഞങ്ങൾ തരുന്നില്ല. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് അനുവദിക്കുന്ന അത് PM ശ്രീ പദ്ധതിയിൽ നിങ്ങൾ ഒപ്പിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് അനുവദിക്കാനുള്ള ബാക്കി പദ്ധതികളുടെയും തുക തരില്ല എന്ന് പറയും. ഇതെന്തൊരു ന്യായമാണ് എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ചോദിക്കുന്നത് ഉത്തരം പറയാൻ ബാധ്യതയില്ലാത്തവരോടായതുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇതാണ് സ്ഥിതി. ഇതുപോലെ ഓരോ മേഖലയിലും ഇപ്പോൾ ജൽജീവൻ പദ്ധതി, അതിനുവേണ്ടി ചെലവഴിച്ച കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നെടുത്ത് ചെലവഴിച്ചാണ്. പക്ഷേ അത് 60-40, അതായത് 60% കേന്ദ്രത്തിൻ്റെയും 50% കേന്ദ്രത്തിൻ്റെയും 40% സംസ്ഥാനത്തിൻ്റെയും 10% ഗുണഭോക്താക്കളുടെ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും വിഹിതമായി മുടക്കി പണിയെടുത്ത് തീർക്കേണ്ട ഒന്നാണ്. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ T പ്രദീപ് അധ്യക്ഷനായി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ TR മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. KSSBU മുതുകുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കാർണവർ, AKPCTA മുൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ KP ദിവാകരൻ നായർ, ഡോക്ടർ NM സണ്ണി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സംഘടനയുടെ പ്രസിദ്ധീകരണമായ ദശാബ്ദം ന്യൂസ് ലെറ്ററിന്റെ പ്രകാശനം അഡ്വക്കേറ്റ് U പ്രതിഭ MLA, ബിഷപ്പൂർ കോളേജ് മുൻ പ്രിൻസിപ്പളും സിൻഡിക്കേറ്റ് അംഗവുമായിരുന്ന പ്രൊഫസർ മാമൻ വർഗിക്ക് കോപ്പി നൽകി നിർവഹിച്ചു. 80 വയസ്സിന് മുകളിലുള്ള കോളേജ് അധ്യാപകർക്ക് ലഭിക്കാനുള്ള സ്പെഷ്യൽ കെയർ അലവൻസ് എത്രയും വേഗം നൽകുക, 2016 ജനുവരി 1 മുതൽ ലഭിക്കേണ്ട ശമ്പള കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യുക, ബ്രോക്കൺ സർവീസ് പെൻഷൻ പരിഗണിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചു. പ്രൊഫസർ K ഖാൻ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ K കൃഷ്ണദാസ് സ്വാഗതവും ഡോക്ടർ K സന്തോഷ് നന്ദിയും പറഞ്ഞു. ഡോക്ടർ T പ്രദീപ് പ്രസിഡന്റ്, ഡോക്ടർ K സന്തോഷ് വൈസ് പ്രസിഡന്റ്, ഡോക്ടർ K കൃഷ്ണദാസ് സെക്രട്ടറി, ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി ജോയിന്റ് സെക്രട്ടറി, ഡോക്ടർ TR അനിൽകുമാർ ട്രഷറർ, ഡോക്ടർ മാധവ മേനോൻ, പ്രൊഫസർ ദേവദത്ത്, പ്രൊഫസർ ഷീല എന്നിവർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിങ്ങനെ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. CDNet ന്യൂസ് കായംകുളം.